യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഏതറ്റവും വരെ പോകാൻ ഗാസ തയ്യാറാണ്. എന്നാൽ ഇന്നലെയും ഇസ്രയേൽ സൈന്യം ഗാസയിൽ ശക്തമായ ആക്രമണം തന്നെയാണ് നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആക്രമണത്തിൽ 6 കുട്ടികൾ ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ടു എന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറയുന്നുണ്ട്. എന്നാൽ ഗാസയിൽ മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കൃത്യമായ വിവരം ലഭിക്കാനും സാധ്യത കുറവാണ്. പലപ്പോഴും ഫലസ്തീൻ അനുകൂല സംഘടനകൾ നൽകുന്ന കണക്കാണ് ഇത്തരം കാര്യങ്ങളിൽ പുറത്തു വരാറുള്ളത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ കൈവശമുള്ള ബന്ദികളിൽ 10 പേരെ വിട്ടയക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഹമാസ് ഇപ്പോൾ. ഗാസയിൽ വെടിനിർത്തൽ കരാർ ഒപ്പിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ബന്ദികളിൽ 10 പേരെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ചില തടസ്സങ്ങളുണ്ടെന്നും ഹമാസ് സൂചിപ്പിക്കുന്നുണ്ട്. ഗാസയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണം പുനഃസ്ഥാപിക്കുക, ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുക, സ്ഥിരമായി വെടിനിർത്തലിനായി ഉറപ്പു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്തണം. ചർച്ചകളുടെ വിജയത്തിനായി തങ്ങൾ നിരവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കുകയാണ് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറായതെന്നും ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധത്തിൽ വെടിനിർത്തൽ തീരുമാനത്തിനായി ഹമാസിന്റെയും ഇസ്രയേലിന്റെയും പ്രതിനിധികൾ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഈ പ്രഖ്യാപനം പുറത്തുവരുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നുകയറി 1000-ലധികം പേരെ കൂട്ടക്കൊല ചെയ്യുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഇതിനകം ഫലസ്തീനിൽ 57,000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ 251 പേരിൽ 49 പേർ ഇപ്പോഴും ഗാസയിൽ തന്നെ തുടരുകയാണ്. ഇവരിൽ 27 പേർ മരിച്ചതായി ഇസ്രയേൽ സൈന്യം പറയുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുകയും ഇസ്രയേൽ പൂർണ്ണമായി പിന്മാറുകയും ചെയ്തില്ലെങ്കിൽ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുകയില്ല എന്ന് തന്നെയാണ് ഹമാസിന്റെ നിലപാട്. അതേസമയം തന്നെ ഹമാസ് ഇനി ഒരിക്കലും തങ്ങൾക്ക് ഭീഷണിയാകരുതെന്ന് തന്നെയാണ് ഇസ്രയേലും പറയുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപിന് ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞത് വെടിനിർത്തൽ കരാർ സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ്. ഒരു കരാറിലേക്ക് തങ്ങൾ അടുക്കുകയാണെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി. അതേസമയം ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭ സ്പെഷ്യൽ റിപ്പോർട്ടർ ഫ്രാഞ്ചിസ്ക അൽബനീസിന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. ഫലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളിലെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട UN-ന്റെ പ്രത്യേക ഉദ്യോഗസ്ഥയാണ് ഫ്രാഞ്ചിസ്ക. ഗാസയിലെ വംശഹത്യയിൽ US ഇസ്രയേലി ഉദ്യോഗസ്ഥർക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടതിനാണ് ഫ്രാഞ്ചിസ്കയ്ക്കെതിരെ ഉപരോധമെന്നാണ് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറയുന്നത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം.